ഏവർക്കും ഡിജിറ്റൽ ലാൻഡ് സർവേ അവെയർനെസ് എന്ന ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ലാൻഡ് സർവേ നടക്കുന്ന സമയത്ത് ഭൂ ഉടമസ്ഥർക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾക്ക് ചോദ്യോത്തര രൂപേണ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങൾ 1, 2, 3, 4, 5, 6 ഭാഗങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ വളരെ സന്തോഷം. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ്. ഡിജിറ്റൽ ലാൻഡ് സർവേ നടക്കുമ്പോൾ ഭൂ ഉടമസ്ഥർക്കുണ്ടാകാവുന്ന സംശയങ്ങൾക്ക് ഒരു സംശയ നിവാരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ കുറച്ച് സമയം ചിലവഴിച്ച് കാണുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അപേക്ഷിക്കുന്നു. ഏവരും ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിജിറ്റൽ ലാൻഡ് സർവേ ഉദ്യോഗസ്ഥർ സ്ഥലം അളക്കുന്നതിന് വരുമ്പോൾ ആധാരം, പട്ടയം എന്നിവ കൈവശമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ കൂടി ചോദ്യത്തിലേക്കും കടക്കാം. ഡിജിറ്റൽ ലാൻഡ് സർവേ ഉദ്യോഗസ്ഥർ സ്ഥലം അളക്കുന്നതിന് വരുമ്പോൾ ആധാരം അല്ലെങ്കിൽ പട്ടയം കൈവശം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സീനറിയിലേക്ക് തന്നെ കടക്കാം. ആധാരം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി ലഭിക്കും. ഈ കോപ്പി സർവേ ഉദ്യോഗസ്ഥർക്ക് ഭൂനികുതി അടച്ച രസീതുമായി നൽകി സർവേ രേഖകൾ സർവേ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. ആധാരം നഷ്ടപ്പെട്ടെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആധാരത്തിൻ്റെ പകർപ്പ് നിശ്ചിത ഫീസ് നൽകിയാൽ ലഭിക്കുന്നതാണ്. ഈ ആധാരത്തിൻ്റെ പകർപ്പും ഭൂനികുതിയും നൽകിയാൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കോ ഒരിക്കൽ കൂടെ കിടക്കാം. ഡിജിറ്റൽ ലാൻഡ് സർവേ ഉദ്യോഗസ്ഥർ സ്ഥലം അളക്കുന്നതിന് വരുമ്പോൾ ആധാരം അല്ലെങ്കിൽ പട്ടയം കൈവശമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആധാരം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി ലഭിക്കും. ഈ കോപ്പി സർവേ ഉദ്യോഗസ്ഥർക്ക് നൽകാവുന്നതാണ്. ആധാരത്തിൻ്റെ കോപ്പിയും ടാക്സ് അടച്ച രസീതും നൽകുകയാണെങ്കിൽ സർവേ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. ആധാരം നഷ്ടപ്പെട്ടെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആധാരത്തിൻ്റെ പകർപ്പ് നിശ്ചിത ഫീസ് നൽകിയാൽ ലഭിക്കുന്നതാണ്. ഈ ആധാരത്തിൻ്റെ പകർപ്പും ഭൂനികുതി അടച്ച രസീതും നൽകിയാൽ സർവേ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് ശേഷം റെക്കോർഡുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ചോദ്യം ഒരിക്കൽ കൂടെ പറയാം. ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് ശേഷം റെക്കോർഡുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നതിന് ശേഷം സർവേ ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ഥലത്തിൻ്റെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ചോദിച്ചു വാങ്ങുക. ഡിജിറ്റൽ ലാൻഡ് സർവേ ഡീറ്റെയിൽസ് അറിയുന്നതിനായി എൻ്റെ ഭൂമി പോർട്ടലിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം എൻ്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർവേ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു തിരുത്തുക. ഒരിക്കൽ കൂടെ ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് ശേഷം റെക്കോർഡുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നതിന് ശേഷം സർവേ ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ഥലത്തിൻ്റെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ചോദിച്ചു വാങ്ങുക. ഡിജിറ്റൽ ലാൻഡ് സർവേ ഡീറ്റെയിൽസ് അറിയുന്നതിനായി എൻ്റെ ഭൂമി പോർട്ടലിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻ്റെ ഭൂമി പോർട്ടലിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും
നൽകിയാൽ സെർച്ച് ചെയ്ത് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർവേ ഉദ്യോഗസ്ഥനോട് തിരുത്തുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. ഒരിക്കൽ കൂടെ ചോദ്യവും ഉത്തരമാവധികൾ. ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് ശേഷം റെക്കോർഡുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നതിന് ശേഷം സർവേ ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ഥലത്തിൻ്റെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ചോദിച്ചു വാങ്ങുക. ഡിജിറ്റൽ ലാൻഡ് സർവേ ഡീറ്റെയിൽസ് അറിയുന്നതിനായി എൻ്റെ ഭൂമി പോർട്ടലിൽ മൊബൈൽ നമ്പറിൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻ്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും നൽകി സെർച്ച് ചെയ്താൽ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർവേ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് തിരുത്തൽ നടത്തുക. അതുപോലെ സ്വന്തം സ്ഥലത്തിൻ്റെ അതിരുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഇതെല്ലാവർക്കും വളരെ ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. ഡിജിറ്റൽ ലാൻഡ് സർവേ നടത്തിയ സ്ഥലത്തിൻ്റെ അതിരുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഉത്തരം നമുക്ക് പറയാം. എൻ്റെ ഭൂമി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ഉപയോഗിച്ച് സെർച്ച് ചെയ്ത സ്ഥലത്തിൻ്റെ സ്കെച്ചും ഡീറ്റെയിൽസും കാണാം. സ്കെച്ചിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അളവുകൾ ഭൂമിയിൽ മെഷറിംഗ് ടൈപ്പ് ഉപയോഗിച്ച് പരിശോധിച്ച് സ്ഥലം അളന്നത് ശരിയാണോ എന്ന് ബോധ്യം വരുത്താം. എന്തെങ്കിലും അപാകതകൾ ബോധ്യമായാൽ പുസ്തക സർവേ ഉദ്യോഗസ്ഥനെ സമീപിച്ച് തിരുത്തൽ നടത്തുവാൻ ആവശ്യപ്പെടാം. ഡിജിറ്റൽ ലാൻഡ് സർവേ നടത്തിയതിനു ശേഷം സ്ഥലത്തിൻ്റെ അതിരുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? എൻ്റെ ഭൂമി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ സ്ഥലത്തിൻ്റെ സ്കെച്ചും ഡീറ്റെയിൽസും കാണാം. സ്കെച്ചിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അളവുകൾ മെഷറിംഗ് ടൈപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ പരിശോധിച്ചാൽ വശ അളവുകൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രസ്തുത സ്ഥലം കറക്റ്റായാണ് സർവേ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സർവേ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ട് ഭൂമിയുടെ അളവുകൾ വീണ്ടും നടത്തി തരുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഭൂനികുതി എങ്ങനെ ഓൺലൈനായി അടയ്ക്കാം? ഭൂനികുതി എങ്ങനെ ഓൺലൈനായി അടയ്ക്കാം? റവന്യൂ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ക്വിക്ക് പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സർവേ നമ്പറോ തണ്ടപ്പേർ നമ്പറോ നൽകിയാൽ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും അടയ്ക്കേണ്ട ടാക്സും എത്രയാണെന്ന് കാണാം. അതിനുശേഷം പേ നൗ എന്ന സംവിധാനത്തിലൂടെ പേയ്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ ലാൻഡ് ടാക്സ് റെസീറ്റിൻ്റെ കോപ്പി എടുക്കുകയും സോഫ്റ്റ് കോപ്പി സൂക്ഷിക്കുകയും ചെയ്യുക. ഭൂനികുതി എങ്ങനെ ഓൺലൈനായി അടയ്ക്കാം? റവന്യൂ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ക്വിക്ക് പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സർവേ നമ്പറോ തണ്ടപ്പേർ നമ്പറോ നൽകിയാൽ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും അടയ്ക്കേണ്ട ടാക്സും എത്രയാണെന്ന് കാണാം. അതിനുശേഷം പേ നൗ എന്ന സംവിധാനത്തിലൂടെ പേയ്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കുക. ലാൻഡ് ടാക്സ് റെസീറ്റ് കോപ്പി എടുക്കുകയും സോഫ്റ്റ് കോപ്പി സൂക്ഷിക്കുകയും ചെയ്യുക. ഇത് പിന്നീട് ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടും. ഒരിക്കൽ കൂടി ആദ്യത്തെ ചോദ്യം ആവർത്തിക്കാം. ഡിജിറ്റൽ ലാൻഡ് സർവേ ഉദ്യോഗസ്ഥർ സ്ഥലം അളക്കുന്നതിന് വരുമ്പോൾ ആധാരം അല്ലെങ്കിൽ പട്ടയം കൈവശമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആധാരം ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി ലഭിക്കും. ഈ കോപ്പി സർവേ ഉദ്യോഗസ്ഥർക്ക് നൽകാവുന്നതാണ്. ആധാരം നഷ്ടപ്പെട്ടെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആധാരത്തിൻ്റെ പകർപ്പ് നിശ്ചിത ഫീസ് നൽകിയാൽ ലഭിക്കുന്നതാണ്. ഈ ആധാരത്തിൻ്റെ കോപ്പിയും ഭൂനികുതി രസീതും നൽകിയാൽ സർവേ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. ഈ വീഡിയോ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും അപേക്ഷിക്കുന്നു. ഇതിൽ വിവരിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പൊതുജനങ്ങൾക്ക് ഡിജിറ്റൽ സർവേ സമയത്ത് ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ കണ്ട് മറ്റുള്ളവർക്ക് കൂടി അറിവ് നൽകുവാൻ ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങൾ ഉടനടി പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങളേവരുടെയും വിലയേറിയ കുറച്ച് സമയം ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാനും അപേക്ഷിക്കുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ സംബന്ധിച്ച അറിവുകൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും അറിയിച്ചുകൊണ്ട് വീണ്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.